ഏവർക്കും സെലിബ്രിറ്റി ലീഗ് പവേഡ് ബൈ കല്യാൺ സിൽക്സിന്റെ ഓണാശംസകൾ. സെലിബ്രിറ്റി ലീഗിൽ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ സൂപ്പർ ബമ്പർ എപ്പിസോഡ് ആക്കാൻ തീരുമാനിച്ചു. കാരണം ഇന്ന് അടിച്ചു പൊളിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതിപ്പോൾ ഞങ്ങൾ മാത്രമായാൽ ഒരു അടിപൊളി ആകില്ല. ഇത്രയും ദിവസം നമ്മളോടൊപ്പം പങ്കിട്ട് സെലിബ്രിറ്റി ലീഗിൽ പലതരം മത്സരങ്ങൾ കാഴ്ചവെച്ച് നമ്മളുടെയൊക്കെ ഇഷ്ട താരങ്ങൾ, പ്രിയപ്പെട്ട താരങ്ങളായ ഈ സെലിബ്രിറ്റി ലീഗിൽ പങ്കെടുത്ത എല്ലാ താരങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അടിച്ചു പൊളിക്കാം. എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഈ ചെണ്ട കൊട്ട് എപ്പോ പഠിച്ചു എന്നുള്ളതെന്ന് പറയണം. ഗംഭീരായിട്ട് കൊട്ടി സീരിയസ്ലി ചോദിച്ചതാ. അത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആശാൻ സുനിലാശാൻ എന്ന് പറയുന്ന ആശാനാണ്. നമുക്കൊരു നല്ല കൈയ്യടി. കാര്യം ഇത്രയും ഈ ഓണ വിഭവം രസകരമാക്കാൻ വേണ്ടി, ഒന്ന് പൊഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ വന്ന് ചെണ്ട പഠിപ്പിക്കുകയും അതുപോലെ ചെണ്ടയിൽ ഞങ്ങളെ കൊട്ടി തകർത്ത് കളഞ്ഞ ആശാന് ഞങ്ങളുടെ എല്ലാവിധ ഓണാശംസകളും ഞങ്ങൾ നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പിന്നെ എന്ത് പറയുന്നു? ഞങ്ങളെല്ലാവരും ഇന്ന് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സെലിബ്രിറ്റി ലീഗിന്റെ ആദ്യത്തെ ടാസ്കിലേക്ക് പോകുകയാണ്. ഫ്രീസ് ഡാൻസ്. ഫ്രീസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 4 പേരാണ് ഒരു ടീമിൽ പങ്കെടുക്കുന്നത്. കാരണം നമ്മൾ ഈ ടാസ്ക് ഇത്തവണ എല്ലാവരും നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ടീമായിട്ട്. ഈ 4 പേരെ നമ്മൾ അങ്ങോട്ട് വിടുന്നത് ഡാൻസ് ചെയ്യാനായിട്ട് അങ്ങ് വിടുകയാണ്. ഒരു ഡാൻസ് നമ്മൾ സോങ് ഇട്ട് തരുന്നു. ആ സോങ്ങിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നു. പെട്ടെന്ന് ആ സോങ് അല്ലെങ്കിൽ ആ ഡാൻസ് ഒന്ന് ഫ്രീസ് ചെയ്യണം. സോങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രീസായി നിൽക്കുകയാണ്. ഇങ്ങനെ ഫ്രീസായി നിൽക്കുന്ന സമയത്ത് എതിർ ടീമിലെ 2 പേർക്ക് ഇവരുടെ അടുത്ത് വരാം. ഇവരെ ചില കോക്കറികളൊക്കെ കാണിച്ച് ചിരിപ്പിക്കുക. അത് ഇവരുടെ ദേഹത്ത് തൊടാൻ പാടില്ല. ആ ഫ്രീസായി നിൽക്കുന്നവരെ വെറുതെ ഒന്ന് ചിരിപ്പിക്കണം. ആ 30 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ ചിരിപ്പിച്ചാൽ അവർക്കാണ് പോയിന്റ്. അപ്പൊ എന്തായാലും നമുക്ക് ടാസ്ക് തുടങ്ങിയാലോ? ഞാനിപ്പോ ഏത് ടീമിലോ? 2 ടീമിലും വേണം. പക്ഷെ അവിടെ 3 പെണ്ണുങ്ങളുണ്ട്. ഇവിടെ എന്നെ ഇത്ര ഇഷ്ടമാണോ അവർക്ക്? വീണയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല. വീണ ഏത് ടീമിൽ ആ ടീമിനൊരു മുതൽക്കൂട്ടാണ്. അപ്പൊ വീണയെ നമുക്ക് നമ്മുടെ സാംസ്കാരിക ടീമിലേക്ക് വീണയെ നമുക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റും. നമുക്ക് ടാസ്ക് തുടങ്ങിയാലോ? അപ്പം ഫസ്റ്റ് ടാസ്ക് ആരംഭിക്കുകയാണ്. ഫ്രീസ് ഡാൻസിലേക്ക് സ്വാസിക ആൻഡ് ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കം ഓൺ. ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ്, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണ്. കണ്ടാലമ്പും വച്ചേനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാന്. നെഞ്ചോരം കണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ, കൊണ്ടാട്ടച്ചേരാ നല്ലാട്ടക്കാരുണ്ട്. കരളിലെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. ഇനിയിപ്പോ നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളുടെ ടീമിൽ നിന്ന് മഞ്ജു നയിക്കുന്ന ടീമിൽ നിന്ന് 2 പേരെ അങ്ങോട്ടേക്ക് വിടുക. അവരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊന്ന് ചിരിപ്പിക്കുക. റെഡി? ജിഷിച്ചല്ല, 2 പേർക്ക് പോവാ. 2 പേർക്ക് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. 3 പേര് ചിരിച്ചു. അങ്ങനെ 3 പേരും 30 സെക്കൻഡ് പോലും സമയമില്ലാതെ ഫുൾ ടീമിലെ 1 സെക്കൻഡ് പോലും ഇല്ലാതെ. സുധീ, കൈകൂടെ. കൺഗ്രാറ്റുലേഷൻ. നമ്മൾ 30 സെക്കൻഡ് പറഞ്ഞു. പക്ഷേ
പക്ഷെ 7 സെക്കൻഡ് കൊണ്ട് സുധി ചിരിപ്പിച്ചു എന്നുള്ളതാണ്. സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ശ്വാസിക്ക് ഇപ്പോഴും ചിരി വന്നിട്ടില്ല. അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സുധിച്ചേട്ടനോട്. പ്രോഗ്രാം ചെയ്യണതല്ലേ? പ്രോഗ്രാം ഒക്കെ എന്ന് പറഞ്ഞ ഈ സുധിച്ചേട്ടനെ കാണുന്നതേ എനിക്ക് ചിരിയാ. മഞ്ജു ആൻഡ് ടീമിനെ ഒരു നല്ല കൈയ്യോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫ്രീസ് ഡാൻസ് അടിച്ചു പൊളിക്കാൻ വേണ്ടി മഞ്ജുവും ഗ്യാങ്ങും സുധിയും എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. ഓടി കളിക്കാം. നിങ്ങളുടെ ടീമിന്റെ ഊഴമാണ്. 2 പേര് അവരെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് വരാം. സംക്രാന്തി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരാൾ കൂടെ വരാം. വരൂ. വീണ വന്നിട്ടുണ്ട്. വീണ റെഡിയാണ്. അവരെ ദേഹത്ത് തൊടല്ലേ, ദേഹത്ത് തൊടല്ലേ, ദേഹത്ത് തൊടല്ലേ, ദേഹത്ത് തൊടല്ലേ. അതുപോലെ എന്തെങ്കിലും മഞ്ജുവിനെ അവിടെ ലീഡറായ എന്താണ് മഞ്ജു ചേച്ചി? 2 പേരെ പറ്റുള്ളൂ. 2 പേരെ പറ്റുള്ളൂ. ഒരാൾ മാറണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മാറണം. 2 പേരെ പറ്റുള്ളൂ. അതെ, 2 പേരെ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ മാറണം. 2 പേരെ പറ്റുള്ളൂ. ഒരാൾ പറ്റുള്ളൂ. ഓക്കെ, ചിരിക്കുന്നുണ്ട്. സംക്രാന്തി നസീർ 30 സെക്കൻഡ്. രണ്ടുപേരും 30 സെക്കൻഡ് ആണ്. പരിപാടി ടൈം ഫ്രീസ് ഡാൻസിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്രയും ടൈം വരെ ചിരിച്ചുകൊണ്ടിരുന്ന മഞ്ജുവും സുധിയും അതുപോലെ നമ്മുടെ ജിഷാനും ദീപനുമൊക്കെ വളരെ സൈലന്റ് ആയിട്ട് വളരെ ഗൗരവത്തോടെ നിന്ന് ആ ടാസ്ക് വിജയിപ്പിച്ചിരിക്കുകയാണ്. ചിരിപ്പിക്കുവാൻ വേണ്ടി നോക്കി. അങ്ങനെ ആ ടാസ്കിൽ 1ാമത്തെ പോയിന്റ് അവർ കരസ്ഥമാക്കിയിരിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്ത ഫ്രീസ് ഡാൻസിലേക്ക് പോവുകയാണ്. ഫ്രീസ് ഡാൻസിന്റെ 2ാമത്തെ സോങ് ഇടട്ടെ. രണ്ടുപേര് ചിരിപ്പിക്കാൻ റെഡി ആയിക്കോളുക. 30 സെക്കൻഡ് ആണ്. 1 പോയിന്റ് നേടിയ മഞ്ജു ടീമില് സുധിയും ജിഷാനും കൂടെ വീണ്ടും ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു. ഓക്കെ, ശ്രുതി ഇത്തവണ വന്നിട്ട് സാംസിക ഒന്നും അനങ്ങുന്നു പോലുമില്ല. അതുപോലെ ഒരു ചക്ക വീണ് മുയല് ചത്തു എന്നും പറഞ്ഞു. എല്ലാ ചക്ക വീണ് മുയല് ചാകില്ല എന്നൊക്കെയാണ് പറയുന്നത്. നിൽക്കുകയാണ്. രക്ഷയില്ല. ശ്രുതി സാംസികയെ ചിരിപ്പിച്ചിരിക്കുകയാണ്. വീണ ചിരിപ്പിക്കാനുള്ള ടൈമാണ്. 30 സെക്കൻഡ് മാത്രം. ചിരിപ്പിക്കാൻ പോവുകയാണ്. ചിരിപ്പിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വരദ ഇവിടെ വരന്ത എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. വരവാരെങ്കിലും കൊടുക്കും, ശ്രുതി ഒന്നെങ്കിലും കൊടുക്കും. ഇതെന്താ മാളച്ചേട്ടൻ പിടിക്കണോ? ജിഷിൻ മാളച്ചേട്ടനൊക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ ആരാതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അനങ്ങുന്നില്ല. ഉണ്ടൊക്കെ മടക്കി അപ്പൊ ഈ ടാസ്കിലും വീണ്ടും പോയിന്റ് നേടിയിരിക്കുകയാണ് മഞ്ജു ആൻഡ് ടീം എന്ന് പറയുന്നത്. സുധി 2 കളിപ്പിച്ചാണ്. സുധിയുടെ ഒറ്റ ചോദ്യത്തിൽ ഒറ്റ നിപ്പിലും സാംസിക ചിരിച്ചുപോയി അല്ലേ? എന്തോ ഏത് പാർട്ടിയുടെ ചിഹ്നം ഞാൻ നോക്കുമ്പോൾ സാംസിക അനുഗ്രഹിക്കുന്ന പോകുന്ന പോലെ പോവുകയാണ്. ഇനിയിപ്പോ നമ്മൾ വീണ്ടും നമ്മുടെ മഞ്ജു ആൻഡ് ടീമിന്റെ ഊഴമാണ്. പോയിന്റ് കരസ്ഥമാക്കാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ. അവർക്കിപ്പോ 2 പോയിന്റ് ആയി. അപ്പൊ തുടങ്ങാം. മഞ്ജു ഓക്കെ, റെഡി? ഫ്രീസ് ഡാൻസ്. അടിത്തമരടിക്കണ കാലമായടി കാച്ചിന്റെ ചാമന്ത്
ഇനിയിപ്പോ രണ്ടുപേർക്ക് ധൈര്യമായിട്ട് വരാം. വീണയും സംക്രാന്തി നസീറും മത്സരിച്ച് വന്നിരിക്കുകയാണ്. ഒരു പോയിന്റെങ്കിൽ ഒരു പോയിന്റ് നേടാൻ വേണ്ടി റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ട ചിരിക്കുന്നത്. ഒരാളുടെ കാര്യം തീരുമാനമായി. നമ്മളെ തീർച്ചയായിട്ടും നമ്മളൊന്ന് സിംഗപ്പൂര് ട്രിപ്പിന് പോയപ്പോഴല്ലോ മറ്റേ ഇതിനകത്ത് ചില്ലിക്കൂടിനകത്ത് സുധീഷേട്ടനെ പിടിച്ച് നിർത്തിയത് ഓർമ്മയുണ്ടോ? ഇച്ചിരി ഓർമ്മയില്ലേ? അപ്പൊ ആദ്യപ്പോഴും ഒന്നില്ലല്ലോ നമ്മൾ ഇത്ര നാൾ ഒരുപാട് അവൻ മൂത്രമിക്കണോ ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ മഞ്ജു അവര് സംക്രാന്തി നസീർ വളരെ ഭീകരമായിട്ട് തന്നെ ചിരിപ്പിച്ചു കളഞ്ഞു. മാക്സിമം നോക്കി. അതെന്താന്നറിയാമോ? ഒന്ന് ഞാൻ ചിരിച്ചിരിക്കുന്ന സമയത്ത് ഫ്രീസ് ആയി പോകണം. എന്ത് പറഞ്ഞ ചിരിപ്പിച്ചേ? നസീർക്ക് എന്ത് പറഞ്ഞ ചിരിപ്പിച്ചേ? നസീർക്ക് ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് ചിരി വന്നു. നസീർക്ക് എന്നെ പറഞ്ഞ് ചിരിപ്പിച്ചതാണ് പുറത്ത് പറയാൻ പറ്റാത്ത സംഭവം. നീ എന്തോ നിപ്പടാ നിൽക്കണം, മൂത്രം ഒഴിക്കാൻ നിൽക്കുന്നു. ഞാൻ എന്നെ ആരും ചിരിപ്പിച്ചല്ല, എന്നെ ചിരിപ്പിക്കാൻ ആരും വന്നതുമില്ല. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അടങ്ങാണ്ടിട്ട് നോക്കിയപ്പോഴല്ലോ ഇങ്ങനെ നിപ്പ് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചത്. എന്നെ ചിരിപ്പിച്ച ഇങ്ങനെ തന്നെയാണ്. സുധീ, ആ നിപ്പ് ഒന്നുകൂടെ കാണിക്കാം എല്ലാവർക്കും. അല്ല സത്യമായിട്ടും അതൊരു വല്ലാത്തൊരു അവസ്ഥയുള്ള നിപ്പായി. അതായത് ഓക്കെ, അപ്പൊ 2-1 നിൽക്കുകയാണ്. വീണ്ടും നമുക്ക് ഈ മത്സരം ഒന്ന് മുറുക്കാൻ വേണ്ടി ഓരോടെ പോകാം. സംശയം റെഡിയല്ലേ? റെഡി. പോലെ കൂടെ തുടരുന്ന ശാപം ഓരോരോ കാലക്കേടിൽ തട്ടിപ്പൊട്ടി തൂങ്ങി കുന്നോളം കൂട്ടി വയ്ക്കുമോഹം തിരിച്ചെത്തുമോ വത്സ നാം കൊതിച്ചിടുമാ സൽസ പിടയ്ക്കുന്നൊരു വഴിക്കണ്ണുമായി കാഞ്ഞേ പോവോ അറിഞ്ഞിടുമോ കൃഷ്ണ നീ അടക്കിടുമീ കൃഷ്ണ കൊടുവേനലിൽ രണ്ടുപേർ റെഡി ആയിക്കോ. ആരൊക്കെയാണ്? മഞ്ജുവും സുധിയുമാണ് ഇപ്രാവശ്യം ചിരിപ്പിക്കാൻ. വീണ ചിരിക്കാൻ റെഡി ആയിരിക്കുകയാണ്. 30 സെക്കൻഡ് മാത്രമാണ്. ഇപ്രാവശ്യം താഴോട്ട് നോക്കിയാണ്. ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് ഞാനിപ്പോ കെട്ടിപ്പിടിച്ചേനെ. 30 സെക്കൻഡ് മാത്രമാണ്. ഇത് എന്താണെന്ന് പറഞ്ഞു തരുമോ? നേരത്തെ ഫ്രീസ് ആയ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു കൊടുത്തേ. താഴെ ഇരുന്നേ. 30 സെക്കൻഡ് ആറേ, പേടിക്കണ്ട. സെലിബ്രിറ്റി ലീഗിൽ ഈ ടാസ്ക് അങ്ങനെ മുറുകയാണ്. കാര്യം ഇപ്പോൾ മത്സരം അങ്ങോട്ട് മുറുകി 2 പോയിന്റിൽ എങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഫൈനൽ റൗണ്ടാണ്. ഒരു സോങ് കൂടെ ഇട്ടുകൊണ്ട് മഞ്ജു ടീമിനെ നമ്മൾ വിളിക്കുന്നു. ഇവരെ ചിരിപ്പിക്കാൻ പറ്റിയാൽ നിങ്ങളായിരിക്കും ഈ ടാസ്കിൽ വിജയിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മഞ്ജു തുടങ്ങിയാലോ? ഈ നവാസേട്ടന്റെ വീട്ടിലെന്തോ പാർട്ടി കഴിഞ്ഞിട്ട് എന്തായിരുന്നു സംഭവിച്ചതെന്ന്? സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? എന്താണ് അവിടെ നോക്കടാ. എന്റെ ചേച്ചിക്ക് പ്രായമായിട്ടൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാണ്ടിരിക്കുന്നത്. മഞ്ജു ചേച്ചി സ്റ്റെപ്പ്
ഇതൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാം. ബാക്കി എല്ലാവരോടും ഞാൻ കാശ് വാങ്ങും. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരും. ഇല്ല വരണ്ട. എന്ത് glamour അല്ലേ? വാ തുറന്നില്ല, അടച്ചു വീടാ, അടച്ചു വീ വാ. Plate എടുക്കോ, ഒന്ന് പിടിക്കാൻ. മഞ്ജു ചേച്ചി, ദാ ഇവിടെ, ഇവിടെ, ഇതാണ് ഞാൻ നോക്കാം, മാർക്കില്ല. മഞ്ജു നിന്ന് ചിരിക്കുക. അതെങ്ങനെ ശരിയാണ്? മഞ്ജു നിന്ന് ചിരിക്കുക. സെലിബ്രിറ്റി ലീഗിന്റെ ഇന്നത്തെ ടാസ്ക് എല്ലാവരും ചിരിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം പോയത് അറിഞ്ഞില്ല. നസീർക്ക കണ്ടില്ലല്ലോ. നസീർക്ക പിന്നെ അല്ല അത് വേറൊന്നുമല്ല. നസീർക്ക വേറെങ്ങും പോയതല്ല. കാര്യം നമ്മുടെ ഈ പരിപാടിയുടെ മൊത്തം പാചക പരിപാടി നസീർക്ക ഏറ്റെടുത്തു. പിന്നെ അതായത് ഫ്ലവേഴ്സ് ചാനലിലെ എല്ലാ ഓണപരിപാടിയുടെയും പാചകം മെയിൻ ആള് ഇപ്രാവശ്യം നസീർക്കയാണ്. കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഓണസദ്യയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ പോയിരിക്കുകയാണ്. പായസത്തിന്റെ അകത്തേക്ക് ഒരു ചക്രം പൊടിക്ക് കായം കൂടി കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ടാസ്ക് കഴിഞ്ഞാൽ നമുക്കൊരു ഓണസദ്യ തന്നെയാണ് നസീർക്ക ഇവിടെ ready. പ്രചോദനം ഒരു എന്തോ? ഒന്ന് വന്നേ. ആ, ഒന്ന് ഞാൻ പറഞ്ഞോ. നോക്കിയെന്നു. ഇതിൽ ഉപ്പില്ലല്ലോ ഇക്ക. അത് ഉപ്പാണാ തന്നത്. ഉപ്പില്ലെന്ന്. ഉപ്പുണ്ടോ? എന്തോ രോഗമുണ്ടോ? കാണിക്കണ ആശുപത്രി കൊണ്ടോ കേട്ടോ. ഉപ്പ് വന്നിട്ട് ഉപ്പില്ലെന്ന് പറയുന്ന ആളാ. പെട്ടെന്ന് വേറെന്തോ ആണെന്ന് വിചാരിച്ചു. ഉപ്പാണെന്ന് വിചാരിച്ചില്ല. ചുമ്മാ തരാതെ ആരെങ്കിലും എന്തെങ്കിലും ഒഴിച്ചാൽ അന്നേരം അങ്ങ് നക്കുക. എന്നതാ ഞാൻ ഇത്? ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കടെ പാചകത്തിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ പുകഴ്ത്തി പറഞ്ഞു. ഓ, പാചകം എന്ന് പറയുന്നത് കുഞ്ഞിലെ തൊട്ട് കിട്ടിയ ഒരു കലയാണ്. കിട്ടിയൊരു പാചകം. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള വേദികളിൽ പോയി ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും എല്ലായിടത്തും എന്റെ പാചകം തന്നെയാണ്. എന്തൊക്കെയുണ്ട് വിഭവങ്ങൾ? എന്തൊക്കെയാ വിഭവങ്ങൾ എന്തൊക്കെയാണ്? വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ ഈ ഓണസദ്യക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പറഞ്ഞാല് സാമ്പാർ കീമ്പാർ, അവിയല് കിവിയല്, അച്ചാറ് കിച്ചാറ്, തോരൻ കീരൻ, പപ്പടം പുപ്പടം, എലിശ്ശേരി പുളിശ്ശേരി, അടിപൊളി. പിന്നെ ചോറ് കീറ്. ഈ ചോറ് കീറും. എന്ത് ഈ ചോറ് കീറെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നില്ല. വെക്കുന്ന ചോറ് റെഡി ആയില്ലെങ്കിലേ നാട്ടുകാരുടെ കീറ് കിട്ടും. അപ്പൊ അതാണ് ചോറ് കീറെന്ന് പറഞ്ഞ സംഭവം. അതാണ് അതിന്റെ. ഞാൻ വീണ ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല എന്താണ് ചോറ് കീറ. ഇതോടെ ഞാൻ ഒരു കാര്യം ചോദിച്ചു. ചോദിച്ചു. നസീർക്ക, ഈ ഇപ്പൊ ഈ ചിക്കൻ ബിരിയാണി, ഭക്ഷണത്തെ കുറിച്ചാണെങ്കിലും ബിരിയാണിയെ കുറിച്ച് ഒരു ഡൗട്ട്. ബിരിയാണി ഞാൻ അതിന്റെ സ്പെഷ്യലാണ്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഓ. എന്ത് ഈ ലാമ്പ് ബിരിയാണി എന്ന് പറയണത്? ലാമ്പ് ബിരിയാണി എന്ന് പറയുന്നത് നമ്മളിപ്പോ ബിരിയാണി വെച്ചു എന്നിട്ട് അത് ദമ്മിട്ട് വെക്കാണല്ലോ. ദമ്മ് പൊട്ടിച്ചതിന് ശേഷം ഒരു ലാമ്പ് കത്തിച്ച് നമ്മൾ അതിന്റെ അകത്തേക്ക് നോക്കും ഇത് ബിരിയാണി തന്നെയാണോ എന്ന്. അങ്ങനെ നോക്കുന്നതിനാണ് ലാമ്പ് ബിരിയാണി എന്ന് പറയുന്നത്. ഇയാർക്കെങ്കിലും ഒരു ഉന്തോ പറഞ്ഞൂടാ. ഒന്നുമല്ല, ഈ കുഞ്ഞാടില്ലേ, ആട്ടുംകുട്ടി, അതിനാ കറി വെച്ച് അപ്പൊ അതിന് ചോദിക്കേണ്ട ബേബി ബിരിയാണി എന്നാ നീ ചോദിക്കണ്ടേ? ബേബി കുഞ്ഞെന്ന് പറയുമ്പോ ബേബി ബിരിയാണി എന്ന് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് ഉത്തരം പറയുകയാണ്. അത് ഈ ലാമ്പുമായിട്ട് വന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം എന്താ? സുധി വേറെ ശരിയാണ്. കാര്യം വെച്ചാൽ നസീർക്ക് പാചകം അറിയാവുന്ന ഒരാളാണ്. ആദ്യത്തിന് നീ അങ്ങനെ കയറി ഒന്നും ഇതാക്കാൻ ചെയ്യേണ്ട കാര്യം. പുറത്തുള്ള ആൾക്കാർ ചിലപ്പോൾ പല പേരിലൊക്കെ പറയുമായിരിക്കും. നസീർക്ക് പറഞ്ഞ കറക്റ്റ് ബേബി ബിരിയാണി എന്ന് ചോദിക്കണം. ചോദ്യം തെറ്റിപ്പോയതാണ്. നിന്റെ ചോദ്യമാണ് തെറ്റിയത്. ലോകം നുണയനാട്ടെ. അങ്ങനൊന്നും പറയണ്ട. അതെന്താണ് അങ്ങനെ പറയാനുള്ള വേറെ കേസ് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ആകെ ഒരു ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരു 100-600 പേരുടെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ്. അത് എന്തായാലും അംഗീകരിച്ചു. ഭക്ഷ്യ വിഷബാധയിൽ നിന്നും 100-600 ജനങ്ങളെ രക്ഷിച്ച ധീരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ സത്യം പറയാം കേട്ടോ, അത് ഇതുവരെ ഞാൻ പറയട്ടെ, ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലും ടി വിയിലും കൊടുത്ത് വലിയ വാർത്തയാക്കണം. ഞാനും അറിഞ്ഞിട്ടില്ല. അത് ഏത് സംഭവം? കൊല്ലത്താ തോമസിന്റെ മോടെ കല്യാണം അത് തലേന്ന് വിളിച്ച് അവർ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇല്ല, അവിടെ വരണ 100-600 എണ്ണം ചത്തുപോകും. ഈ ഭക്ഷണം കഴിച്ച് അതെ, അങ്ങനെ നീ കളിയാക്കൊന്നും വേണ്ട. ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വള്ളം കളിയില്ലേ, അതിന്റെ അകത്തെ മെയിൻ വള്ളം ഈ പ്രാവശ്യം ജയിച്ച ടീമില്ലേ, ആ ടീമിന് സദ്യ ഒരുക്കി കൊടുത്ത ഞാനാണ്. എന്റെ ആഹാരം കഴിച്ചിട്ടാണ് അവർ ഒന്നാം സമ്മാനം. ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. ഇതൊരു ചരിത്ര സംഭവമാണ്. സാധാരണ വള്ളം തുഴഞ്ഞാണ് എല്ലാവരും ഫസ്റ്റ് മേടിക്കുന്നത്. ആഹാരം കഴിച്ചിട്ട് ആ വെള്ളം തുഴഞ്ഞ് ഫസ്റ്റ് മേടിക്കുക. അത് എന്തെങ്കിലും എനർജി ആഹാരത്തിന്. ഇവര് ഉച്ചയ്ക്കത്തെ ഊണ് കഴിഞ്ഞാണ് ഇവര് തുഴയാനായിട്ട് വള്ളത്തിലേക്ക് കയറി. വള്ളത്തിലേക്ക് കയറി അങ്ങ് വിസിലടിച്ചപ്പോ തൊട്ട് ഇവന്മാരുടെ എല്ലാരും വയറിന് എന്തോ ചെറിയ പ്രശ്നങ്ങൾ അങ്ങ് തുടങ്ങി. പിന്നെ എണീറ്റ് ഇരുന്ന് എങ്ങനെയെല്ലാം തുടങ്ങി വീടെത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് സർപ്രൈസ്. അപ്പൊ ഇങ്ങനെ എങ്ങനെയെങ്കിലും തൊഴാന്ന് പറഞ്ഞേ ഇവർക്ക് ഇപ്പൊ ആർപ്പോ ഇറോ വിളിക്കാൻ സമയം കിട്ടിക്കാണോ? ആർപ്പോ ഇല്ല, മൊത്തം ഇറോ ആയിരുന്നു.
അപ്പൊ തന്നെ ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും ഒരു ആഹാരം കഴിച്ചിട്ട് വരാം. എന്താണ് ഈ പറയുന്നത്? ഇവരെല്ലാരും ഇക്കടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഇക്ക പുറത്തു പോയിട്ട് വേറെ ഇക്കടെ പാചകമല്ലേ ഇത്? നമ്മൾ ആ പാചകം കഴിക്കണ്ട, ഇക്ക തന്നെ കഴിക്കണ്ട. പുറത്തു പോയി ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ശരിയാകുന്നത്? ഞാൻ ഇവിടുത്തെ ആഹാരം ഞാൻ വെച്ച് ഞാൻ കഴിക്കാൻ. ഇക്ക തന്നെ കഴിക്കണം. എന്നിട്ട് വേണം എന്റെ അർഹോ ഇറോ ഇവിടെ നിങ്ങൾക്കൊക്കെ ഇറോ വരും. അതിനൊന്നും ഞാൻ കൂട്ടിയിരിക്കുകയല്ല. കഴിച്ചിട്ട് പോ. അപ്പോൾ സെലിബ്രിറ്റി ലീഗിലെ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ്. എല്ലാ ഗെയിം പോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ്. ഇതിൻ്റെ പേര് ഫ്ലൈയിങ് ഫിഷ് എന്നാണ്. ആ ഫ്ലൈയിങ് എന്ന് പറഞ്ഞപ്പോൾ 2 പല്ല് പറന്നോ പോയോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഏതായാലും ഫ്ലൈയിങ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെർമോക്കോൾ കൊണ്ട് ഫിഷ് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ 2 കുളമുണ്ട്, അത് നമ്മളൊരു സങ്കല്പ കുളമായിട്ട് വെച്ചിരിക്കുകയാണ്. ആ ഫിഷിനെ വീശി അതായത് വിശറി കൊണ്ടിങ്ങനെ വീശി ഈ കുളത്തിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ടീമിൽ നിന്ന് 2 പേരാണ് പങ്കെടുക്കുന്നത്. 2 പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. എത്രയും സ്പീഡിൽ ആ മീനെ ഇവിടെ കൊണ്ട് ഈ റിവറിലേക്ക് കയറ്റുക. റിവറിൽ കയറ്റുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, തലഭാഗമായിരിക്കണം ആദ്യം കയറുന്നത്. ആദ്യം വാലൊന്നും കയറ്റിയാൽ പറ്റില്ല, തലഭാഗം തന്നെ കയറ്റണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഫ്ലൈയിങ് ഫിഷിൽ ഇന്ന് ആദ്യം മത്സരിക്കാൻ പോകുന്നത് മഞ്ജുവിൻ്റെ ടീമാണ് അല്ലേ? 2 പേരിൽ ആരാണ് മഞ്ജു അവിടെ പങ്കെടുക്കുന്നത്? ശരി, അപ്പം ദീപനും സുധിയും കൂടെയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് 3 മിനിറ്റാണ്. 3 മിനിറ്റ് കൊണ്ട് എത്രയും ഫിഷുകളെ ഈ റിവറിലേക്ക് കയറ്റുന്നോ അവരായിരിക്കും ഈ ടാസ്കിലെ വിജയി. അപ്പൊ മഞ്ജുവിന്റെ ടീം തുടങ്ങുകയാണ്. ഫ്ലൈയിങ് ഫിഷ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിക്കണം. ആരോഗ്യമില്ല മനുഷ്യ. വീശ് വൃത്തിയാക്കണം. മീനെ റിവറിനകത്ത് കയറ്റിക്കൊണ്ട് ചരിത്രം തിരുത്തി കുറിക്കാനുള്ള ഗെയിമുമായി സുധിയും ദീപനും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഈ ടാസ്കിൽ തന്നെ നമ്മുടെ അടുത്ത ടീമുകൾ റെഡി ആയിരിക്കുകയാണ്. ആരൊക്കെയാണ് 2 പേര് റെഡി ആയിരിക്കുന്നത്? ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഈ ടാസ്കിൽ ശ്വാസിക ടീമിൽ നിന്ന് വരുന്നത് നവീനും വരതയുമാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഫ്ലൈയിങ് ഫിഷ് റെഡി.
അല്ലല്ല അത് പറ്റില്ല. ഒരു മീൻ ഫൗളാണ്. ഒരു മീൻ ഫൗളാണ്. സെലിബ്രിറ്റി ലീഗിൽ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ സന്തോഷിക്കാൻ പോകുന്നത് ഒരു ഡാൻസ് തന്നെ ആയാലോ? ഡാൻസ് കണ്ടാൽ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും ഇവിടെ വന്നതിന് ശേഷം 2 ടീമിലാണ് 2 പേരും നിൽക്കുന്നത്. അപ്പോൾ അവരെ വീണ്ടും നമ്മൾ ഡാൻസ് കളിച്ച് ഒരു ടീമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. റൊമാൻറ്റിക് സോങ് ഒരു റൊമാൻറ്റിക് സോങ് അല്ലേ? നമുക്ക് വരദയെ സ്വാഗതം ചെയ്യാം, ജിഷിനെ സ്വാഗതം ചെയ്യാം. ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഇത്ര ദിവസം 2 ടീമിലായിരുന്നു, 2 മത്സര പേര്, 2 പേര് തിരിച്ച് 2 ടീമിലായിരുന്നിട്ട് പോലും ആ വൈരാഗ്യങ്ങളെല്ലാം മാറ്റിവെച്ച് റൊമാൻറ്റിക് സോങ് വളരെ ഗംഭീരമായിട്ട് പാടി അഭിനയിച്ചു. താങ്ക് യു വെരി മച്ച്. അപ്പം ഈ ഓണാഘോഷം അടിച്ച് 2 പേർക്ക് സീറ്റിലേക്ക് പോകാം. പറഞ്ഞു. ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് കൊതിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി. ഒരു റൊമാൻസ് കൂടി കണ്ട ആഗ്രഹം കളിക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും താല്പര്യം. വീണ്ടും ഇവര് കളിച്ച വെറുപ്പിക്കും. നമ്മുടെ ഇവിടെ ഭയങ്കര റൊമാൻറ്റിക് ലുക്കുള്ള ഒരു ഹീറോയിൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, സ്വാസിക. സ്വാസികയും ദീപനും റെഡിയാണോ? ഒരു റൊമാൻറ്റിക് സോങ് ചെയ്യാമോ? സ്വാസിക റെഡി അല്ല? അഭിനയിക്കട്ടെ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമാ നിൻ രാഗമോ ഭൂപാളമാ എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ దాని దాబ మబదని దాబ మగరి గమ పదని సరి మగరి దని దబ మగరి గమ్మ పద్దది గమ్మ పని సరి గమ్మ పద్దాల సరి గమ ప దని దబద దని గరి నిద మగరి సరి గమ దిగమ ప గమ పద
മപദനി ഗരി നിദ സരി നിദ ദബഗരി നിദ സരി നിദ ദബഗരി. ദീപൻ, നിങ്ങളുടെ ആവേശം മുഴുവൻ ഈ ഡാൻസിലുണ്ടായിരുന്നു. സ്വാസിക ഗംഭീരമായത് കേട്ടോ. റൊമാൻറ്റിക് എന്ന് പറഞ്ഞ ലയിച്ചൊക്കെ അഭിനയിക്കുമായിരുന്നു. അവരെ വെല്ലുവിളിച്ചുള്ള അഭിനയമായിരുന്നല്ലോ ഭയങ്കരമായി. അവര് പിന്നെ ഭാര്യയും ഭർത്താവാണല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കേണ്ടി പക്ഷെ എന്തായാലും അഭിനയം ഗംഭീരമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയത് ആ ഊഞ്ഞാലെ കൊണ്ട് ദീപൻ ഇരുത്തിയപ്പോൾ ഊഞ്ഞാലൊന്ന് കറങ്ങി 2 പിരിയൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അവിടെ നിങ്ങൾ ആടി വന്നപ്പോൾ സാസിക മനസ്സിലായത് കറങ്ങുമെന്ന് മനസ്സിലായി. സാസിക സ്റ്റെപ്പിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പോക്കുണ്ടായിരുന്നു. കണ്ടായിരുന്നു? കറങ്ങി അങ്ങ് വീണ അതിന് കൈയിടിക്കുകയും ചെയ്തു. കാര്യം ആ സ്റ്റെപ്പിൽ എങ്ങനെ കറങ്ങി വരും എന്ന് നോക്കിയിരിക്കുകയായിരുന്നു അല്ലേ? ശരിക്കും വീണേച്ചി രണ്ടുപേരും പക്കയായിരുന്നു. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ച ദാന്റെ ഇടയ്ക്ക് വികരിസ പദസനിയൊക്കെ പറഞ്ഞില്ലേ, പച്ച മഞ്ഞ ഷൂ അല്ല ശരിയാ. 15 സെക്കൻഡ് ദീപൻ അഡ്ജസ്റ്റ് ചെയ്തു. ഭയങ്കരമായിട്ട് പുള്ളി താളമൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ പറയണൊക്കെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ്. പക്ഷെ വേറെ കാര്യമുണ്ട്, താടിയുള്ള അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം ലിപ്പ് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. ഏതായാലും വളരെ നല്ലൊരു ഗംഭീരമായിട്ട് ചെയ്തു. അതിന് പ്രത്യേകമായി നന്ദി ഞങ്ങൾ പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. സെലിബ്രിറ്റി ലീഗ് പവേഡ് ബൈ കല്യാൺ സിൽക്സിന്റെ ഓണാഘോഷം ഞങ്ങളിവിടെ അടിച്ച് തകർത്ത് ആഘോഷിച്ച് കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് കുടുംബത്തിൽ ഞങ്ങൾ വന്ന ടാസ്കുകളും അതുപോലെ മനോഹരമായ പാട്ടുകളും റൊമാൻറ്റിക് പാട്ടുകളും ഡാൻസുകളും എല്ലാം കോർത്തിണക്കി അവസാനം വന്ന് ചെണ്ടയടിയും എല്ലാം കൊണ്ടൊരു മേള കൊഴുപ്പോടുകൂടി കുറച്ച് ദിവസം ഞങ്ങൾ ഈ ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്ന് ഓണം ആഘോഷിച്ചു. ഏതായാലും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായ ഈ ഓണം ഞങ്ങളുടെ മനസ്സിൽ എന്നും ഓർത്തു നിൽക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിലും ഒരു വിഭവസമൃദ്ധമായ സദ്യ ഞങ്ങൾ വിളമ്പി എന്ന ഒരു സംതൃപ്തിയോടുകൂടി ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഈ ഫ്ലവേഴ്സ് ഓണത്തിൽ നിന്ന് ഞങ്ങളൊന്ന് വിട വാങ്ങുകയാണ്. നമ്മൾ സാധാരണ പറയും വിഭവസമൃദ്ധമായ പായസം, പപ്പടമുള്ള പായസമുണ്ട്, അതുപോലെ ഗോതമ്പ് പായസമുണ്ട്, പല പായസങ്ങളുണ്ട്. അതുപോലെ ചെറിയ 2-3 പായസങ്ങളുണ്ട് ഞങ്ങൾ വിളമ്പിക്കൊണ്ട് നമ്മുടെ ഈ ഓണം വൈൻഡപ്പ് ചെയ്യാം അല്ലേ? റെഡി? അടിച്ചു പൊളിച്ചാൽ നമുക്ക് ചെയിൻ സോങ് ആയാലോ? എല്ലാ പാട്ടുകളും എല്ലാവരും പാടുകല്ലേ? ഓക്കെ റെഡി. അപ്പോൾ ഒരു ചെയിൻ സോങ്ങിലേക്ക് പോകാം. റെഡി? പൂവേ 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 ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 കദളി